മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് അതെന്തും ആകാം അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇസ്ലാമിക് ടാഗ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഞമ്മൻ്റെ സാധനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി. ഇതാണ് സത്യത്തിൽ ഈ പറയുന്ന ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈവൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലും ഹലാൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയുന്നില്ല. അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം കോഴി വാങ്ങിക്കുമ്പോൾ അത് അറുത്ത് വാങ്ങിക്കണം, പോത്തിറച്ചി വാങ്ങിക്കുമ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങിക്കണം എന്നതിനപ്പുറത്തേക്ക് ഹലാൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും അവർ കൂടുതലൊന്നും ആലോചിക്കാറില്ല. പക്ഷേ ഇത് ആലോചിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായിട്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് അവർ റീപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പാർട്ട്മെൻറ്റ് അവർ പരസ്യം ചെയ്ത സമയത്ത് ഹലാൽ അപ്പാർട്ട്മെൻറ്റ് എന്നാണ് അതിനവർ പരിചയപ്പെടുത്തിയത്. അതേപോലെ മറ്റ് പല സംഗതികളിലും അവർ അത്തരം ടാഗുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു മതപരമായ ഒരു ആംഗിൾ ഉണ്ട്. ആ മതപരമായ ആംഗിളിനെ കച്ചവടവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളെ സമൂഹത്തിലുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ എന്തിലും ഏതിലും ഹലാലാണോ എന്ന് ചകഞ്ഞു നോക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്? ഇതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചർച്ച എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ്, അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇവിടെ സംഭവിക്കുന്നത് ഒരു വർദ്ധിച്ച ഒരു ഇസ്ലാമൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്.